അസ്സലാമു അലൈക്കും. സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത വന്നത് നമ്മളെ ആരിഫ മലപ്പുറത്തും പിന്നെ ജാമിദ ടീച്ചർക്കും മൊത്തത്തിലുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ആരിഫാനെ പോലെ അങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് വീഡിയോസ് ഇടുന്ന ഒരാളെ അല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് വേണ്ട. എന്തായാലും ഈ മലപ്പുറം ആരിഫനെ സാജിദാനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിക്ക്. 5 എത്തി മക്കളെ പോറ്റാനുള്ള നെട്ടോട്ടത്തിലാണ് ആ സാജിദ. പിന്നെ നമ്മളെ ജാമിദ ടീച്ചർ ഒരു പറയുന്നെല്ലാം വളരെ കറക്റ്റ് തന്നെയാണ്. കാരണം എന്നെപ്പോലും അല്ല, ഉസ്താദുമാർ പറയുന്ന കേട്ടിട്ടുള്ളതൊന്നുമല്ല. ഓറ് ഖുർആൻ്റെ അകത്തുള്ളതും ചരിത്രത്തിലുള്ളതും അർത്ഥം വായിച്ചുകൊണ്ട് അർത്ഥം കേൾപ്പിച്ചുകൊണ്ടാണ്, ടീച്ചറാണല്ലോ ഓറ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജാമിദ ടീച്ചറോട് നമുക്കൊന്നും പറയാനാവൂല. എന്താ, ഓറ് നമ്മളെ പോലെ കണ്ടോ കേട്ടോ പറഞ്ഞതല്ല. ഖുർആൻ്റെ അകത്തുള്ള അർത്ഥം വായിച്ചുകൊണ്ട് അതിൻ്റെ വരികൾ വായിച്ചുകൊണ്ട് അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ഓർ സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓരോ വീഡിയോസ് കേൾക്കലുണ്ട്, കാണലുണ്ട്. ഇപ്പം അടുത്തൊരു വീഡിയോസ് കേട്ടിട്ട് കുറേ ഉസ്താദുമാരെ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ആ വോയിസ് കേൾപ്പിക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് എല്ലാം ഒരുപാട് കുഞ്ഞു മക്കൾ കാണുന്നത് കൊണ്ട് ഞാനറിയാലോ ചെറിയ മക്കൾ എന്തുകൊണ്ട് എൻ്റെ വീഡിയോസ് ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന്. ഏത് നാട്ടിൽ പോയാലും സബീത്ത, നിങ്ങൾ സബീത്തല്ലേ, നിങ്ങളെ വീഡിയോസ് കാണലുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഓരോരോ സ്കൂളിൻ്റെ മുന്നിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ കുട്ടികളുള്ള എന്നോടുള്ള വിളിയും പെരുമാറ്റങ്ങളും. ഞാൻ വിചാരിക്കും എന്തിനാ മക്കളെ, കുഞ്ഞു മക്കൾക്ക് എന്തുമാത്രമുള്ള എൻ്റെ പിന്നെ യൂട്യൂബിൽ ഡാൻസും തുള്ളിക്കളിയിൽ ഇപ്പം വന്നതല്ലേ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായില്ലേ. അപ്പം അന്നേ തുടക്കത്തിലേ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ ഫസ്റ്റിൽ വരുന്ന സാഹബി വ്ളോഗിലേക്ക് സ്വാഗതം, എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ എന്നല്ല അയ്യ ഹെഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഒരു വയസ്സുള്ള കുഞ്ഞങ്ങൾ വരെ ആ ഹെഡിങ്ങിൽ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പലരും പറയലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഈ ആരിഫ ജാമിദ ടീച്ചറെ കൊണ്ടുവരുന്നുണ്ട്, ജാമിദ ടീച്ചർ ആരിഫാനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആരിഫാനെ മറ്റേ ഷെരീഫിനെ കൊണ്ടുവരും. അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് നമ്മളെ ജാമിദ ടീച്ചറും. ഞാൻ വിചാരിച്ചാരും കാണുന്നില്ല എന്നാ. പിന്നെ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സാബി വ്ളോഗ് എന്ന് പറഞ്ഞ 72,000 മേലെ സബ്സ്ക്രൈബുള്ള ഒരു ചാനലാണ്. ഒരുപാട് ഡോളർ മേൽ കിടക്കുന്നുണ്ട്. അത് പിന്നെ ബ്ലോക്കായി പോയതോ അത് ആരെ തട്ടിക്കൊണ്ടുപോയതോ അത് ആരും ഹേക്കാക്കി കളഞ്ഞതൊന്നുമല്ല. എൻ്റെ കൈ കൊണ്ട് വന്നൊരു മിസ്റ്റേക്കാണ്. എൻ്റെ കൈ കൊണ്ട് വന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഒരാളും തട്ടിക്കൊണ്ടുപോയല്ല. എന്നിട്ടോ ഞാൻ തോറ്റോ? എന്നെ പറിച്ചു തോപ്പിച്ചോ? അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് ചാനൽ തുടങ്ങി സാബിറ വ്ളോഗ് അങ്ങ് തുടങ്ങി. ഞാൻ യൂട്യൂബിൻ്റെ മുതലാളിക്ക് ഒരു വീഡിയോസ് ഇട്ട് കൊടുത്ത്, യൂട്യൂബിൻ്റെ മുതലാളി എൻ്റെ ഈ വീഡിയോസ് സാബിറ വ്ളോഗ് എന്നുള്ള വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ എത്തിച്ചു കൊടുക്കണേ. പല ആളെ ഫോണിലും സാബിറ വ്ളോഗ് നടിച്ചിട്ട് കിട്ടുന്നില്ല. അത് പറഞ്ഞതിന് പിറ്റേന്ന് തന്നെ എല്ലാവരുടെ ഫോണിലും സാബിറ വ്ളോഗ് എത്തിപ്പോയി. ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ പബ്ലിക്കാവുകയും അത് പരസ്യമാവുകയും എല്ലാം കുറേ ദിവസങ്ങൾ പിടിക്കും. ഒന്നും പിടിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പൊന്നാര യൂട്യൂബിൻ്റെ മുതലാളിക്ക് ഒരു വീഡിയോസ് ഇട്ട് കൊടുത്ത് പിറ്റേന്ന് തന്നെ യൂട്യൂബിൻ്റെ മുതലാളി വൈറലാക്കുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്താണ്, നിങ്ങൾ കാണൂലല്ലോ. അതാണ്. അപ്പം അതാണ് കേട്ടോ ഞാൻ ചാനൽ എടുപ്പിച്ചതും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയും സാബിത്ത എന്നെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ നിങ്ങളെല്ലാവരും വയസ്സെത്തി തള്ളത്തി തന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഈ മലപ്പുറം ആരിഫാനെ പോലത്തെ വയസ്സ് എനിക്കില്ല. എനിക്ക് നിങ്ങൾ പറയാൻ പോലത്തെ തള്ളച്ചിയാ ഉമ്മൂമ്മ 65, 75, 80, 55 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ ഊഹിച്ചിട്ട് പറയണ്ട. എന്നെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് തോന്നുന്നുണ്ട്. നിങ്ങളെനിക്ക് പറയുന്നതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇല്ലാത്ത നിങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളിപ്പോൾ 105 വയസ്സായാലും എനക്കെന്താ, ഞാൻ പറയാം 105 വയസ്സ് വരെ എനിക്ക് ജീവിക്കണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നും കാണാണ്ട് നിങ്ങൾ പറയണ്ട. 5 മക്കൾ പേരക്കുട്ടി എനക്കുണ്ട്. എന്തുകൊണ്ടാ? 16 വയസ്സ് കല്യാണം കഴിച്ച് 17 വയസ്സിൽ ഞാൻ പ്രസവിച്ചതാണ്. ഞാൻ വളരുമ്പോൾ തന്നെ എൻ്റെ മൂത്ത മോനും എൻ്റെ കൂടെ തന്നെ വളർന്ന് 17 വയസ്സിൽ ചെറിയ കുട്ടി തന്നെയല്ലേ ഞാനും.
എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും വളർന്നു. മക്കൾ ഞാൻ നിങ്ങളെപ്പോലെ 35 പിന്നെ 30 വയസ്സായിട്ടൊന്നല്ല കല്യാണം കഴിപ്പിച്ചേ. എൻ്റെ മോളെ +2 കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ച്. എൻ്റെ 2 ആമക്കളെയും 26ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിപ്പിച്ച്. മക്കളും പെറ്റ് വേഗത്തിൽ എന്നെ കൊണ്ട് പറഞ്ഞതിലോട്ട്. അതുകൊണ്ട് നിങ്ങൾ തള്ള ചെയ്ത് വിളിക്കുന്നതിനെ കൊണ്ടൊന്നല്ലേ. പക്ഷേ ജാവേദ ടീച്ചർ പറഞ്ഞു എന്തെല്ലാം 65 70 എന്നല്ല അവൻ പറഞ്ഞിട്ട് പറയുന്നിട്ട് പറയൽ നിങ്ങൾ പറഞ്ഞ. പക്ഷേങ്കിൽ അതല്ല നിങ്ങൾ വെറുതെ ഇല്ലാത്ത പറയണ്ട, കുറ്റം കിട്ടണ്ട നിങ്ങൾക്ക്. എല്ലാ ഡരക്കോ പോയിട്ടൊന്നല്ല. പിന്നെ ആരിഫ, പിന്നെ മലപ്പുറം ആരിഫ, നീ സാബിത്താത്ത എന്തിനെന്നെ സാബിത്താത്ത എന്ന് വിളിക്കുന്നേ? എന്നാ കെട്ട് എത്രയോ വയസ്സുള്ള ഓറ് മേക്കപ്പെല്ലിട്ട് പറഞ്ഞില്ല, ഭയങ്കര മേക്കപ്പിലിട്ട് എന്താ അടിപൊളി വാച്ചെല്ലാം കെട്ടി ഇങ്ങനെ ഒത്തിരിക്കുന്ന. ഞാൻ അതിൻ്റെ അകത്ത് ആരോ കമൻ്റ് ഇട്ട് നിങ്ങളെപ്പോലെ സാബിത്ത മേക്കപ്പ് ഒന്നും ഇടൂല, നിങ്ങളെപ്പോലെ പിന്നെ മേക്കപ്പിലിട്ട് വന്ന് കുത്തിരിക്കുന്നതല്ലേ നല്ല കമൻ്റാണ്. ഞാൻ ഒരു മേക്കപ്പ് ഇടലില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചുണ്ട് എൻ്റെ പാത്തു ഇടുന്ന കണ്ടിച്ച് ഞാൻ ഇത്തിരി ചുണ്ട് പോക്കിട്ടു. അല്ലാണ്ട് ഒരു മേക്കപ്പും ഞാൻ ഇടില്ല. ചില സമയമെല്ലാം ക്യാമറേൻ്റെ മുന്നിൽ കുത്തിരിക്കുമ്പോൾ മുഖവും കൂടി ഞാൻ കകരില്ല. അപ്പാട് ഏടെന്നെങ്കിലും ഒരു ഷാളും എടുത്ത് അല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു ഷർട്ട് തലയെ കെട്ടു. ഇപ്പം തന്നെ ആ മാക്സി എടുത്ത് തലയെ കെട്ടുമെന്ന് നോക്കിയതാ. പിന്നെ ഞാൻ വിചാരിച്ച് മാണ്ട, അതിൻ്റെ കഴുത്തെല്ലാം വളാന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു മായി. ഞാനങ്ങനെയാ, ഒരു പൗഡർ പോലും ഞാനിടലില്ല. അങ്ങനത്തെ മേക്കപ്പ് ഇട്ട് പലരെയും കാണിച്ചു കൊടുക്കുന്ന ആള് ജാവേദ ടീച്ചർ പറഞ്ഞതിൻ്റെ തൊട്ട് ദീനി പഠിച്ചിട്ട് ദീനിയായി നടക്കേണ്ട ആള് സമൂഹത്തിൽ മാധ്യമത്തിൽ വന്ന് മേക്കപ്പ് ഇട്ട് മൊഞ്ചായി ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുത്തും പോലെ മക്കനെയും കുത്തി മേക്കപ്പ് ഇട്ട് വാച്ചും കെട്ടി മൊഞ്ചാക്കി കുത്തിനിട്ട് നമ്മളൊരു വാച്ചും കൂടി കെട്ടിയിട്ടില്ല. സത്യം പറഞ്ഞ മുഖവും കൂടി ഞാനിപ്പം കുത്തി, ഞാനിപ്പോൾ പുറത്തെല്ലാം പോയി വന്നതാ. ഞാനെൻ്റെ വാപ്പിള് മുഖവും കൂടി കഴിയില്ല. അതാണ് എൻ്റെ സ്ഥിതി. അപ്പം നിങ്ങൾ പറയാൻ നോക്ക്. അപ്പോൾ ഈ ജാവേദ ടീച്ചർ നല്ലോണം കൂലി കൊടുത്ത നമ്മൾ ആരിഫാക്ക, എൻ്റെ മളേ ജാവേദ ടീച്ചറേ, ഹൃദയം നിറഞ്ഞ ഐ ലവ് യു, ഹൃദയം നിറഞ്ഞ ഐ ലവ് യു ടീച്ചർ. ഒന്നോ നമ്മളെ ആരിഫാൻ്റെ ഉപ്പാനുപ്പാനുപ്പാനാണ്ട്. എനിക്ക് അവർ പറയുമ്പോഴത്തെ വാക്ക് അറിഞ്ഞൂടേറ്റൊന്നല്ലേ, വലിയ മാന്യതയുള്ള ആളൊന്നല്ലേ. പക്ഷേ എൻ്റെ വീഡിയോസ് ഒരുപാട് കുഞ്ഞിമക്കൾ വീഡിയോസ് കാണുന്നു. ആ വീഡിയോസ് കാണുന്നത് കൊണ്ട്, ആ മക്കൾ കാണുന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ വേർഡുകൾ പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. എല്ലാം നേരിൽ വന്ന് നോക്ക്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേ പറയുള്ളൂ. എന്നെ ആരാണോ എനക്ക് പിടിക്കാത്ത ഇങ്ങോട്ട് പറയുന്നത് തെറി ഞാൻ വിളിക്കും. പക്ഷേ എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരൊന്നും പറയില്ല. എൻ്റെ മരുമക്കൾ എന്നോടൊന്നും പറയുന്നില്ല, ഞാൻ അവരോടൊന്നും പറയുന്നില്ല. അവരും ഞാനും നല്ല ഫ്രണ്ട്സിനെ പോലെ. 2 മരുമക്കളുണ്ട് എനിക്ക്. ചോദിച്ചു നോക്കട്ടെ, ഞാൻ അറിയണ്ട, എൻ്റെ പരിസരം വന്ന് ചോദിച്ചു നോക്ക്. എന്തെന്നാ അവിടുത്തെ മരുമകളും എന്തെങ്കിലും ഇവിടെ ലക്ഷം വീട് പോലത്തെ വീടാ. ലക്ഷം നാട്ടിലൊന്നല്ല, അടുത്തടുത്ത് വീടാ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ സാബറി മരുമക്കൾ എങ്ങനെയാണ് ഓരോരു ചേന്നുള്ളൊരു വാക്ക്. എൻ്റെ മൂത്തോള് വന്നിപ്പോൾ 8 കൊല്ലം കഴിഞ്ഞു, ഇളയോള് വന്നിപ്പോൾ 1 കൊല്ലമായി. ചോദിച്ചു നോക്കട്ടെ. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ടൊന്നും പറയലില്ല. ഞാൻ അങ്ങോട്ട് അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കും. എന്നിട്ടും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വിഷമായോ മക്കളെന്ന് ചോദിക്കും. എൻ്റെ ഉമ്മ പറഞ്ഞു തന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ഡിഗ്രി പഠിച്ചവരാ, വല്ല സിസ്റ്ററാ നേഴ്സാന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ഡോക്ടറാ എഞ്ചിനാന്ന് പറഞ്ഞില്ല. മാപ്പിളിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 1ാം ക്ലാസ്സിൽ ABCD തൊട്ടിട്ട് പഠിക്കണം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതെടുക്കട്ടെ, ആ വിഷയം അങ്ങനെയാണ്. അപ്പൊ ഈ മലപ്പുറം ആരിഫ കിട്ടിയില്ലേ അയ്യട വീരപ്പ കിട്ടിയില്ലേ. ഞാൻ ഡാൻസ് കളിക്കുന്നെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുത്തോ. മാധ്യമത്തിൽ ഇട്ടല്ലേ, എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ തന്നെയല്ലേ പറയുന്നത്. കാണിച്ചു കൊടുത്തോ. പക്ഷെ ദീനിയായി നടക്കുമ്പോൾ നിങ്ങൾ ജാവേദ ടീച്ചർ പറഞ്ഞതിൻ്റെ തൊട്ട് ദീനിയായി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമത്തിൽ വരരുത്. നിങ്ങൾ പിന്നെ എന്തിനാ ഇത്തിരി മൊഞ്ചാക്കി വന്ന് കുത്തിരിക്കുന്നത്? ആടുന്നെങ്ങാനും ഒരു ഷാളും ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ വന്നു കുത്തിരിഞ്ഞാൽ പോരെ. മേക്കപ്പെല്ലിട്ട് മൊഞ്ചാക്കി ചെന്നിനെ വന്നു കുത്തിരിക്കുന്ന അന്യപുരുഷന്മാർ കാണുവാനല്ലേ. നമ്മക്ക് പിന്നെ അന്യപുരുഷന്മാരും ഇല്ല, നമുക്ക് അന്യ സ്ത്രീകളും ഇല്ല. എല്ലാം നമ്മളെ സഹോദരന്മാർ നമ്മളിങ്ങനെ പച്ചയായ രൂപത്തിൽ നിങ്ങൾ കണ്ടോളൂ. നമ്മക്കതേ ഉള്ളൂ. നിങ്ങളെപ്പോലെ ഭയങ്കര മഞ്ചാക്കി വന്നിരിക്കുന്നല്ലാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന ജാവേദ ടീച്ചർ വളരെ നന്നായി നിങ്ങൾ കൊടുത്ത കൂലി. പിന്നെ എൻ്റെ വീഡിയോസ് ബ്ലോക്കായി പോകും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതെല്ലാം ഞാൻ ആ വേർഡ് പറഞ്ഞതാണ് ടീച്ചറെ, അറിഞ്ഞുകൂടറ്റല്ല. വേറെ ഏത് പൊട്ടന്മാർ പറഞ്ഞു തന്നതല്ല ബ്ലോക്ക് ചെയ്യുന്നു. അത് ഞാൻ തന്നെ ഒരു വേർഡ് പറഞ്ഞതാ.
കാരണം വെച്ചാൽ അതിപ്പം യൂട്യൂബ് ചാനൽ കാണുന്നില്ല, ഹേക്ക് ചെയ്ത് നീ മറ്റൊരു തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് ഇതൊന്നും പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞതാണ് ബ്ലോക്കായി പോയി. ബ്ലോക്കായ തന്നെ സത്യത്തിൽ എന്നോട് ഞാൻ ഈ മറ്റേ ഉസ്താദുമാർ എന്തൊക്കെയോ ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്നെല്ലാം പറഞ്ഞിട്ടിട്ടില്ല. അപ്പം അങ്ങനെ കമൻറ്റ് കുറേ എനക്ക് മോശമായി വരുന്നോണ്ട് ഞാൻ കുറച്ച് കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫാക്കിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞേരം പിന്നെ ഞാൻ ഓഫാക്കാൻ പോകുന്നേരോ അല്ല ഒരു മെസ്സേജ് മെസ്സേജ് ഞാൻ വെച്ച് അത് ഡിലീറ്റ് ആക്കട്ടെ, എന്തോ ഒരു മോശമായ മെസ്സേജ് കണ്ടു, ഡിലീറ്റ് ആക്കി ഞാൻ വിചാരിച്ച് ബ്ലോക്ക് ആക്കട്ടെ എന്ന് ആദ്യം എന്ന് വെച്ച് ബ്ലോക്ക് ആക്കണ്ട, നല്ല മെസ്സേജ് എല്ലാം വരുന്നുണ്ടെങ്കിലോ എന്താ വെച്ചാൽ ഞാൻ ബ്ലോക്ക് ആക്കാടുന്ന. പിന്നെ എനിക്ക് തോന്നിക്ക് ഞാൻ എവിടെയോ തൊട്ട് പോയിക്ക്. പിന്നെ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലേ ഇല്ല. എൻ്റെ ചാനൽ മാത്രമല്ല, സാധാ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴത്തെ യൂട്യൂബിൻ്റെ ചാനലേ കാണുന്നില്ല. അതെല്ലാം ഇപ്പം മുങ്ങി തപ്പുന്നുണ്ട്. അതെല്ലാം എവിടെയോ സ്റ്റക്കായി കിടന്നതാണ്. ഇൻഷാ അള്ളാ വരും. അതുകൊണ്ട് ബ്ലോക്ക് ക്ലിക്ക് എന്നല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, എനക്കെല്ലാം പറയുന്നല്ല അറിയാം. ആരിഫ കിട്ടിയില്ലേ ഹായ് ഹായ്. ഞാൻ എൻ്റെ ഭാര്യ കൊണ്ട് പറയണം വിചാരിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ ഒരാളെ കൊണ്ടും കുറ്റവും കളവും പറഞ്ഞിടലില്ല. നിങ്ങൾ കാണലുണ്ട് ഈ ജാമിദ ടീച്ചറുടെ വീഡിയോസ് തന്നെ ഞാൻ അതിൻ്റെ മുന്നേ എല്ലാം ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിക്കോന്ന് നിങ്ങൾ പരിശോധിക്കണം. ജാമിദ ടീച്ചറെ നിങ്ങൾ പരിശോധിക്കണം. എൻ്റെ അക്കൗണ്ട് അടിച്ച് നിങ്ങൾക്ക് കാണാൻ ഞാൻ മുന്നേ നിങ്ങളെ കൊണ്ട് എന്തോ നിങ്ങളെ ഫോട്ടോ വെച്ച് ഞാൻ ഇട്ടിക്ക്. നിങ്ങൾ നോക്കിക്കോ, ഒരാളെ കൊണ്ട് സാജിനെ കൊണ്ട് ഇട്ടിക്ക്. ആരിഫാനെ കൊണ്ട് ഞാൻ ഇട്ടിക്കില്ല, ഇതുവരെ ഇട്ടിക്കില്ല. ഞങ്ങൾക്ക് എന്നോട് ഫോൺ വിളിച്ച് പറയും എനിക്ക് എൻ്റെ അടുത്ത് വാട്സപ്പ് ഫോൺ നമ്പറൊക്കെ ഓർക്ക് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഓരെടുത്തുകൊണ്ട് എൻ്റെ അടുത്തുണ്ട്. എന്നാൽ ഓർക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ. ഓറിത് വലിയ ആളോട്ട് കുത്തി ഞങ്ങൾ സംസാരിച്ച് ഓറിത് പണ്ട ഞാൻ ഇന്നും ഓറ് എൻ്റെ ഒരു മറ്റേ ഡാൻസ് എടുത്ത് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ തടിയോട് ആരിഫ ഡാൻസ് കളിച്ചിട്ടുള്ളൂ. ആരിഫി താത്താന്ന് തന്നെ ഞങ്ങൾ വിളിക്കണം, എൻ്റെ എത്രയോ മൂത്തതാ നിങ്ങൾ. പക്ഷേങ്കിൽ എന്താ പറയാൻ കൊണ്ടുവന്നത് മറന്നില്ല. എൻ്റെ ഡാൻസ് എടുത്തിട്ട് കളിച്ചു. പക്ഷെ ഞാൻ എൻ്റെ തടിയോടെ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ അങ്ങനെയാണോ ഏതോ എൻ്റെ വീഡിയോസിൽ തന്നെ കമൻറ്റ് കണ്ടിക്കല്ലേ, ഏതോ ഒരു പെൺകുട്ടിയുള്ള ഒരു ഭാര്യനാ, ഒരു മോളുണ്ട്, ഒരു മോളുള്ള ഒരു ഭാര്യനല്ലേ, ഭാര്യ ഉള്ള ഭർത്താവിനല്ലേ നിങ്ങളെടുത്തത് അല്ലേ? നിങ്ങളാക്കട്ടെ എത്രയോ പ്രായം കുറഞ്ഞ മനുഷ്യനല്ലേ അത് അല്ലേ? ഒരു ഭാര്യയും കുട്ടിയുള്ളതിനല്ലേ എടുത്തത്. അത് എവിടെ വെച്ച് നിങ്ങൾ പാപം തീർക്കും? സാബീത്ത പാപം തീർക്കണമെങ്കിൽ സാബീത്താക്ക് തൗബ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അല്ലാണ്ട് തുള്ളറ് ചാടറ് പായർന്നൊന്നും ആരും പറഞ്ഞിക്കൊന്നുമില്ല. അല്ല 80% പെണ്ണിനോട് പറഞ്ഞിക്ക്, പെണ്ണേ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ പോല്ലേ, അങ്ങനെ വരല്ലേ, ഇങ്ങനെ മുടി കാണിക്കല്ലേ, ഇങ്ങനെ അവറത്ത് കാണിക്കല്ലാന്ന് 80% പെണ്ണിനോട് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ അറിയാം? പെണ്ണിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണ്ടിട്ട. പെണ്ണേ നിന്റെ ജീവിതം നശിച്ചു പോകും. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, കാമപ്പരാതന്മാരായ ആണുങ്ങളുണ്ട് പെണ്ണേ. നിന്നെ കൊത്തി ചീന്തും, നിന്നെ ഗർഭിണിയാക്കൂ, നിന്റെ ജീവിതം നശിച്ചു പോകും പെണ്ണേ, നിന്റെ ജീവിതം നശിച്ചു പോകും. കാമപ്പരാന്തന്മാരായ ആണുങ്ങളുണ്ട്, നീ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് 80% എന്നോടാണ് ഞാൻ പറയുന്നത്, നീ ഒന്ന് സൂക്ഷിക്കണേ, നീ അങ്ങനെ ഇറങ്ങല്ല, ഇങ്ങനെ ഇറങ്ങല്ല. ആ പെണ്ണിന് വേണ്ടി പറഞ്ഞതാ, പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഇപ്പം വെറുതെ പോയിട്ടും കണ്ണ് കെട്ടിയിട്ടാണ് കൂടുതൽ പോലെ. ഇപ്പം കണ്ണ് കെട്ടിയിട്ടും പർദ്ദ ഇട്ടിട്ടാണ് കൂടുതൽ മറ്റുള്ള പണിക്ക് പോകുന്നത്. അതെടുക്കട്ടെ. അപ്പോൾ പെണ്ണിനോട് പറഞ്ഞത്, ഞാൻ എൻ്റെ 22 വയസ്സിൽ ഇവിടെ താമസിച്ചിരിക്കും. 22 വയസ്സിൽ ഇപ്പം കല്യാണമേ കഴിക്കുന്നുള്ളൂ കുട്ടികൾ പഠിക്കുന്ന. ഞാൻ എൻ്റെ 22 വയസ്സിൽ മൂത്ത മോനിക്ക് 4 വയസ്സ്, രണ്ടാമത്തെ മോള 8-ാം മാസം ഗർഭിണിയാ സമയത്താണ് ഞാനിവിടെ താമസിക്കുന്നത് 22-ാം വയസ്സിൽ. അവിടുന്ന് 1-2 കൊല്ലം കഴിഞ്ഞാലാണ് കേരളത്തിൽ ഫോൺ ഇറങ്ങിയത്. കേരളത്തിൽ ഫോൺ ഇറങ്ങിയ ഉടനെ ഏറ്റവും വലിയ പൈസക്കാരനായ ആണുങ്ങളെ ഏതോ 1-2 ആണുങ്ങളെ കയ്യിലേ ഫോണുള്ളൂ. അന്നും ഈ സാബുറാക്ക് എൻ്റെ അഷറൂക്ക ഗൾഫിൽ നിന്ന് ടോർച്ച് ഫോൺ കൊടുത്തു വിട്ടിട്ട്. അന്ന് ടോർച്ച് ഫോണാണല്ലോ, 350 ഉറുപ്പ്യ വേണമെന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ. അന്ന് ഒരു കോളിന് ഉറുപ്പ്യ, ഗൾഫിലേക്ക് മിസ് കോൾ പോകണമെങ്കിൽ 75 ഉറുപ്പ്യ വേണം. ഇന്ന് വലിയ പൈസക്കാരത്തിയായിട്ട് നടക്കുന്ന ആളെ കയ്യിൽ വരെ അന്ന് ഫോണില്ല. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങല ഫോണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അന്നും സാബിറാൻ്റെ ഫോണിൽ
പിന്നെ ഫോൺ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല റോങ് നമ്പറുകളും പല പഞ്ചാരടിക്കാറും പ്രേമക്കാരും സാബിത്താൻ്റെ ഫോണിൽ വന്നിട്ട്. പക്ഷേ സാബിത്ത് അന്നും ഇന്നും ആ നമ്പർ തന്നെ ഉപയോഗിക്കുന്നു. ഫോണ് പിന്നെ ടച്ച് ഫോണിലേക്ക് മാറുമല്ലോ കാലം മാറിയതിന് ശേഷം. സാബിത്ത് ഒരാളെ വലയിലും വീണിക്കില്ല, ഒരാളെ ചതിയിലും വീണിക്കില്ല. സാബിത്ത് ഒരാളെ കൂടി ഒളിച്ചോടി പോയിക്കില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ 3-4 കൊല്ലം കഴിഞ്ഞാലാ ഗൾഫിൽ നിന്ന് വരുള്ളൂ. എനിക്ക് എത്ര ഒളിച്ചോടാ, എനിക്ക് എത്ര പോയൂടാ. ഞാനും ഒരു വലിയ കത്തിപ്പെണ്ണല്ലേ. പക്ഷേ ഞാനായത് കൊണ്ട് ഇന്നും എൻ്റെ അഷറക്കാൻ്റെ കൂടെ നേല് പോലെ ഞാനുണ്ട്. ഓടില്ലേ ഞാനില്ല. മനസ്സിലായോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെണ്ണിനോട് 80% പറഞ്ഞത് എന്തിനാന്നാ? പെണ്ണേ, നിന്റെ ജീവിതം നശിച്ചു പോകും, നീ ഗർഭിണിയായി പോകും, നിന്നെ കാമപ്പരാന്തന്മാർ കൊത്തിപ്പറിക്കും, നീ സൗന്ദര്യത്തിൽ പോകല്ല, മുടി വെളിവാക്കല്ല, അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് എന്തിനാണ് അതിനാ? എല്ലാവരും നരകത്ത് കൊണ്ട് ഇടുവാനും കുറ്റം കിട്ടുവാനും വേണ്ടിയല്ല. അപ്പൊ എൻ്റെ ശരീരത്തോട് വല്ല തെറ്റുവാണെങ്കിൽ അത് എനിക്ക് തൗബ ചെയ്തപ്പോൾ തീരും. ആരിഫ, നീയോ? നീ ആരെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കും? നീ ആരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കും? മനസ്സിലാക്കണം. കിട്ടിയില്ലേ ജാമിദ ടീച്ചറെ വായിന്ന്? ഐ ലവ് യു ടീച്ചറെ, ഐ ലവ് യു. കാരണം എനിക്ക് പറയാൻ പേടിച്ചിട്ടല്ല. എന്ത് പേടി? പക്ഷേ എൻ്റെ ലക്ഷക്കണക്കിന് 1000 കുഞ്ഞു മക്കൾ എൻ്റെ ഫോണ് കാണുന്നു. സബീത്ത എത്രയോ മക്കൾക്ക് ഞാൻ മുട്ടായി വരെ വാങ്ങിക്കൊടുക്കുന്നത്. സബീത്ത, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സാണ് പറഞ്ഞ് മുട്ടായി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത്ര എവിടെ പോയാലും, ഞാൻ പല സ്ഥലങ്ങളിൽ പോയാലും മക്കള്, ഞാൻ ഇത്രയും സ്ഥലത്തുള്ള കുഞ്ഞു മക്കൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വാക്കുകൾ പറയാൻ പറ്റാത്തത് 100% സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ. എല്ലാവരും ജാമിദ ടീച്ചർക്ക് എൻ്റെ ഐ ലവ് യു പറഞ്ഞാൽ തീരൂല. ആരിഫ, കിട്ടിയില്ലേ? കബറിൽ കിടക്കുന്ന ഉപ്പാനും ഉമ്മാനും വരെ വിളിച്ചില്ലേ? നിങ്ങളെ വിളിച്ചില്ലേ? പക്ഷേ നിങ്ങളെ മറ്റേ രഹസ്യം ഓർക്ക് അറിഞ്ഞൂടായിട്ടാണ്. ആ ഭർത്താവിൻ്റെ സംഭവം ഓടി തിരികില്ല എന്ന് തോന്നുന്നു ജാമിദ ടീച്ചർക്ക്. അതറിയല്ല. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം കുറ്റം പറഞ്ഞിട്ട്? ഞാൻ കുറ്റം പറയലുണ്ടോ? ഞാൻ എൻ്റെ വീഡിയോസ് ഒരുപാട് 5000-6000 വീഡിയോസ് ഞാൻ ഇട്ടിക്ക്. നിങ്ങൾ ചെന്ന് നോക്കിയാട്ടെ എൻ്റെ വീഡിയോസിൽ എവിടെയെങ്കിലും ഒരു കുറ്റം പറഞ്ഞ വീഡിയോസ് ഉണ്ടോ? തമ്മാമിൽ യൂട്യൂബറെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട വീഡിയോസ് ഉണ്ടോ? നിങ്ങൾ ചെന്ന് നോക്ക്. ഞാൻ ഹെഡിങ്ങിൽ വെച്ചിട്ട് ജാമിദ ടീച്ചറായാലും പിന്നെ സാരിതയായാലും മറ്റുള്ളവർ ഫോട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അത് അവരെ കൊണ്ട് മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ കുറ്റം പറയല്ല മക്കളെ. അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവരെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടേ ഞാൻ വീഡിയോസ് ഇട്ടിക്കുന്നു. ഇപ്പം ഞാൻ റസാ വ്ലോഗ് ഉസ്താദ് എന്നെ കൊണ്ട്, ഞാൻ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് ഇപ്പം എല്ലാവരും പറഞ്ഞു. ആയിക്കോട്ടെ, അത് നിങ്ങളങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ റഹ്മാനായ റബ്ബും നബിയും എൻ്റെ കൂടെ മതി. ഞാൻ എന്താണോ ഉസ്താദിനോട് പറഞ്ഞത്, റസാ വ്ലോഗ് ഉസ്താദ് ഞാൻ 100 മന്ത്രിച്ചതിന് ഷഫോ നോക്കിന് നല്ല രീതിയിൽ പറഞ്ഞു തരേണ്ട ഉസ്താദല്ലേ കാട്ടിക്കൂട്ടിയത് അല്ലേ? ഒന്നും പറയണ്ട. അവളെ ചുരുക്കി എല്ലാം കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, കയ്യല്ലേ എനിക്ക് പറയാം. അതുകൊണ്ട് ഞാനൊരു മൊയിലാണ് തെറ്റും പറഞ്ഞില്ല കുറ്റവും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് എനിക്ക് നിങ്ങളാരും ബോധ്യപ്പെടുത്തുന്നില്ല. പിന്നെ എനിക്ക് കയ്യല്ല. എനിക്ക് ഈ വീഡിയോസ് നിങ്ങളേരും കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കയ്യല്ല മക്കളെ. എനിക്ക് ആരും അമ്മ പറയാൻ എനിക്ക് കയ്യല്ല. എനിക്ക് അങ്ങനത്തെ പൈസ എനിക്ക് വേണ്ട. സത്യം ഞങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം വീഡിയോസ് കണ്ടിട്ട് നല്ല പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. എനിക്കിങ്ങനെ കുറ്റം പറഞ്ഞതും തെറിവ് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ വീഡിയോസ് എല്ലാം ഞാൻ ഇടൂല ഞാൻ പറയുന്നില്ല. ആരെങ്കിലും നിങ്ങളെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടെങ്കിലോ അതെടുത്ത് നല്ലത് ഞാൻ പറയും. അല്ലാണ്ട് ഇങ്ങനെ തമ്മാമേൽ ഇങ്ങനെ ഇപ്പം കുറ്റം പറഞ്ഞ് എൻ്റെ പോട്ടെ നിങ്ങൾ വെക്കുക, അമിത പറയുന്നത് മറ്റൊരു പറഞ്ഞ് ആരിഫ പറയുന്നത് കിട്ടിയില്ലേ? ആരിഫ വയറ് നിറച്ചും കിട്ടിയില്ലേ? ആരിഫ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോസ് പോലെയല്ല ഇന്നിട്ട വീഡിയോസ്. വിറച്ച് കൊണ്ടാ പറയാം. നിങ്ങൾ കേട്ടിട്ടില്ല? അതുകൊണ്ട് പൊന്നു മക്കളെ, ഇനിയും വീഡിയോസ് ഇടാൻ നിങ്ങളാക്കണം. എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റേ എന്ത് ഉസ്താദേനും സിറാജുദ്ദീൻ ഉസ്താദിനോട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക് ആരും കേൾപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? പോട്ടെ, കയ്യല്ല തലവേദന. എത്ര വീഡിയോസ് വെച്ചിരിക്കുന്നത് കയ്യല്ലക്കളെ പറയേ. ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും തമ്മ പറയണ്ട മക്കളെ, എൻ്റെ കുറ്റം കുറവും പറയണ്ടേ. ഇനി മതി. ആരിഫ വയറ് നിറച്ച് കിട്ടിയിട്ടില്ല, അതിന് 4-5 കയ്യടി. ജാമിദ ടീച്ചർക്ക് ഐ ലവ് യു.